എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഈ പുതുവർഷത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങളും ജീവിത ലക്ഷ്യങ്ങളുമായി കേക്ക് മുറിക്കലും പുതുവത്സര ആഘോഷങ്ങളുമായി എല്ലാവരും മുന്നോട്ട് കുതിക്കുകയാണല്ലോ. ഞാനും കഴിഞ്ഞ ദിവസം ഒരു പുതുവത്സര ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ആഘോഷത്തിനിടെ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിച്ച് ഓരോരുത്തരുടെയും മുമ്പിലേക്ക് ഒരു പാത്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മുമ്പിലേക്ക് വരുന്ന പാത്രത്തിൽ നിന്നും കേക്കിൻ്റെ കഷ്ണം എടുക്കാൻ വേണ്ടി കൈ നീട്ടി കേക്കിലേക്ക് കൈ എത്തുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് എന്തോ ഒന്ന് പതിച്ചു. പിന്നെ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് എല്ലാവരും വന്നു, അയ്യോ എന്ത് സംഭവിച്ചു, ആരാ, ഇതെന്താ എന്നൊക്കെ പറഞ്ഞ് വടിച്ചും തുടച്ചുമൊക്കെ എൻ്റെ മുഖം ഒരു അവസ്ഥയിലാക്കി. അതിനിടയിൽ അവർ പറഞ്ഞു, ആരോ കേക്ക് എറിഞ്ഞതാണല്ലോ എന്ന്. ആഘോഷത്തിൻ്റെ ഭാഗമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. രണ്ടുപേരെൻ്റെ അടുത്തേക്ക് വന്നു. അധ്യാപക ദമ്പതികളായ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരെന്നോട് വന്ന് വേഗം സോറി എന്നൊക്കെ പറഞ്ഞു. അവരുടെ 4 വയസ്സുകാരനായ മകനാണ് ഈ കേക്ക് എറിഞ്ഞ കഥാപാത്രം എന്ന് അവർ പറഞ്ഞതിൽ നിന്നും മനസ്സിലായി. ഞാൻ ആ കുഞ്ഞിൻ്റെ ചുമലിൽ തട്ടി കുഞ്ഞിനോട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും ആ കുഞ്ഞ് എൻ്റെ കൈയും തട്ടി മാറ്റിയാണ് ഉണ്ടായത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ മൊബൈൽ കൊടുക്കാത്തത് കൊണ്ടാണ്, കുറേ സമയമായി അവൻ മൊബൈൽ ഫോൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ അല്ലേ, ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം തരാം എന്ന് പറഞ്ഞു. പക്ഷെ അവന് ക്ഷമയില്ല, അവനത് കിട്ടണം. മൊബൈൽ ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവൻ അങ്ങനെയാണ്. കിട്ടിയില്ലെങ്കിൽ അവന് ദേഷ്യം വരും, പിന്നെ അക്രമമായിരിക്കും ഇതുപോലെ എന്ന് പറഞ്ഞു. അവരുമായി ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിൽ നിന്നും കുട്ടി വെർച്വൽ ഓട്ടിസം എന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. 1.5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ യാതൊരു കാരണവശാലും മൊബൈൽ സ്ക്രീനോ മറ്റ് ഡിജിറ്റൽ സ്ക്രീനുകളോ കാണിക്കാൻ പാടില്ല എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും കർശനമായി നിർദ്ദേശിക്കുന്നത്. 3 വയസ്സ് വരെയുള്ള പ്രായം കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത്തരം ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്നും കുഞ്ഞുങ്ങളെ അകറ്റി നിർത്തേണ്ടതാണ്. മൊബൈൽ ഫോണിൻ്റെയും മറ്റ് ഡിജിറ്റൽ സ്ക്രീനുകളുടെയും അമിത ഉപയോഗം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. തലച്ചോറിനെ മാത്രമല്ല, അവരുടെ മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇത്തരം ഡിജിറ്റൽ സ്ക്രീനുകളുടെ ഉപയോഗം കുഞ്ഞുങ്ങളെ വെർച്വൽ ഓട്ടിസം എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ആൽക്കഹോൾ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ ഇതൊക്കെ പോലെ ഭയാനകമായൊരു അവസ്ഥ തന്നെയാണ് വെർച്വൽ ഓട്ടിസവും. ശരിയായ ശ്രദ്ധയും ആവശ്യമായ പരിചരണവും നൽകിയില്ലെങ്കിൽ ജീവിതം തന്നെ കൈവിട്ടു പോകാവുന്ന ഒരവസ്ഥയാണ് വെർച്വൽ ഓട്ടിസം എന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ മാതാപിതാക്കൾ എത്രത്തോളം ജാഗ്രതയുള്ളവരാണ് എന്നറിയില്ല. കുഞ്ഞിൻ്റെ ശാരീരികം, മാനസികം, ബുദ്ധിപരം ഒക്കെയായ പ്രവർത്തനങ്ങളെ ഈ ഡിജിറ്റൽ സ്ക്രീനിൻ്റെ അമിത ഉപയോഗം ദോഷകരമായി ബാധിക്കുന്നുണ്ട്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇതൊക്കെ കുഞ്ഞിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ കുഞ്ഞിൻ്റെ കണ്ണ്, കാത്, സംസാരം, ശരീരത്തിൻ്റെ ആകമാനമുള്ള ചലനങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്നു. കുഞ്ഞിൻ്റെ കണ്ണുകൾക്ക്, കുട്ടികൾ മൊബൈൽ ഫോൺ അധികമായി ഉപയോഗിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു, കണ്ണിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു, കണ്ണിലെ ജലാംശം നഷ്ടപ്പെട്ട് കണ്ണ് വരണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. കൺപോളകൾ അടയുകയും തുറക്കുകയും ചെയ്യുന്ന പ്രവണത ഇല്ലാതാകുന്നു. സാധാരണയായി കമ്പ്യൂട്ടർ സംബന്ധമായ ജോലികൾ ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക. കാരണം അവർ ഈ സ്ക്രീനിലേക്ക് ഒരുപാട് സമയം നോക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കണ്ണുകൾക്കും കഴുത്തിനും തലയ്ക്കുമൊക്കെ ആവശ്യമായ വ്യായാമങ്ങൾ നിർദ്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ ശ്രവണ വൈകല്യം ഉണ്ടാകും. കാരണം കുഞ്ഞുങ്ങൾ ചെറിയ പ്രായം മുതലേ തൻ്റെ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ വളരുന്നതാണ്. അതൊക്കെ മാറി ആ മൊബൈലിൻ്റെ കാഴ്ചകളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മറ്റ് ശബ്ദങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് കേൾവിശക്തി കുറയുക സാധാരണമാണ്. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ സംസാരിച്ചു തുടങ്ങുകയും ഒരുവിധം വ്യക്തമായി സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. എന്നാൽ മൊബൈൽ സ്ക്രീനിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് 2-2.5 വയസ്സായാലും ഒരുപക്ഷെ സംസാരിച്ചു തുടങ്ങിയെന്ന് വരില്ല. ഇനി അഥവാ നേരത്തെ സംസാരിച്ചു എങ്കിൽ പോലും
ആ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം പൂർണ്ണമായി സംസാരിക്കുവാനോ ഒരാശയം വ്യക്തമാക്കുവാനോ സാധിച്ചു എന്ന് വരില്ല. ഇത് പിന്നീട് പഠന വൈകല്യങ്ങൾക്കും കാരണമായേക്കാം. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കൊണ്ട് വരുന്ന മറ്റൊരു ഗുരുതരമായ ശാരീരിക പ്രശ്നമാണ് സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന പ്രശ്നം. കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണ് കയ്യിൽ പിടിച്ചുകൊണ്ട് പല രീതിയിൽ ചുരുണ്ടും വളഞ്ഞുമൊക്കെ ആയിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ സ്പൈനൽ കോഡിന്റെ ഘടനയെ അത് സാരമായി ബാധിക്കുകയും കൈകാലുകളുടെ ചലനശേഷി കുറയുകയും വിരലുകൾക്കും മറ്റുള്ള പ്രവർത്തനശേഷി കുറയുകയും നടുവേദന, കൈകാൽ തരിപ്പ്, പുറം വേദന, കഴുത്തുവേദന ഇത്യാദി പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്യും. അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങളും ധാരാളം നേരിടേണ്ടി വരുന്നുണ്ട്. ഇത്തരം കുഞ്ഞുങ്ങൾ സമൂഹത്തിനെ നേരിടാൻ ഭയപ്പെടുന്നുണ്ട്. അപരിചിതരായ ആളുകളെ, ആൾക്കൂട്ടത്തെ ഒക്കെ ഭയപ്പെടുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ. അവർക്ക് ആളുകളെ അഭിമുഖീകരിക്കുവാനോ അവരോട് കാര്യങ്ങൾ സംസാരിക്കുവാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയായിരിക്കും. ശരീരത്തിന് മൊത്തത്തിലൊരു ക്ഷീണം, അലസത, മന്ദത ഇതൊക്കെ ഉണ്ടാവും. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം വെർച്വൽ ഓട്ടിസം എന്ന ഗുരുതരമായ അവസ്ഥയ്ക്ക് കാരണമാകും എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എന്താണ് വെർച്വൽ ഓട്ടിസം? വെർച്വൽ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെർച്വൽ ഓട്ടിസം ഉണ്ടോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെർച്വൽ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ ഉത്കണ്ഠ, ഭയം, പിടിവാശി, ദേഷ്യം, നശീകരണ സ്വഭാവം, ആക്രമണ സ്വഭാവം, ആത്മഹത്യാ പ്രവണത ഇവയൊക്കെയാണ്. ഇത്തരം കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരാഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അത് ലഭിച്ചില്ല എന്ന് വരികിൽ അവർ പെട്ടെന്ന് ദേഷ്യം വരികയും ആ ദേഷ്യം അതിൻ്റെ പാരമ്യത്തിലെത്തുകയും മുന്നിൽ കാണുന്ന എല്ലാ വസ്തുക്കളെയും തല്ലി തകർക്കുകയോ അടിച്ചുടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു പ്രവണത. അതേപോലെ അടുത്ത് നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുക, ഇനി സ്വയം വേദനിപ്പിക്കുക, ചുമരിലോ മറ്റോ തല കൊണ്ടുപോയി ഇടിച്ച് സ്വയം വേദനിപ്പിക്കുക, അതിലുപരി ആത്മഹത്യാ പ്രവണത നമ്മൾ ഈ അടുത്ത കാലത്ത് പോലും വാർത്തകളിൽ അറിഞ്ഞ കാര്യമാണ്. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഈ വെർച്വൽ ഓട്ടിസം ഉണ്ടാകുന്നു? അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. തൊട്ടിലിൽ കിടക്കുന്ന പ്രായം മുതൽ നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. നിർഭാഗ്യവശാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മൊബൈലിൻ്റെ ലോകത്തിലേക്ക് തള്ളിവിടുന്നത് കൂടുതലും അമ്മമാർ തന്നെയാണ്. അമ്മമാർക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ, അതല്ല കുഞ്ഞെന്തിനെങ്കിലും വേണ്ടി വാശി പിടിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ അമ്മമാർ പെട്ടെന്ന് ഈ ശല്യം ഒന്നൊഴിവാകട്ടെ എന്ന് കരുതി മൊബൈൽ ഫോൺ ഓണാക്കി കൊടുക്കുകയും കുഞ്ഞിൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയും ചെയ്യും. അത് ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. കുഞ്ഞ് ശബ്ദങ്ങൾ കേട്ടും വർണ്ണങ്ങൾ കണ്ടും കാഴ്ചകൾ കണ്ടും ഒക്കെ വളരേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മൾ അതിനനുവദിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെർച്വൽ ഓട്ടിസം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ അതിൽ നിന്നും അവരെ സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഇനി പറയുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക, അവരോട് സംസാരിക്കുക. അവർ സംസാരിച്ച് തുടങ്ങുന്ന പ്രായത്തിൽ അവരോട് സംസാരിക്കുക, അവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുക, അവരുടെ സംസാരങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യുക. അവർക്ക് കളിക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, അവരോടൊപ്പം കളിക്കുക, കളർ പെൻസിലും കളർ ബുക്കുകളും ഒക്കെ വാങ്ങിക്കൊടുക്കുക. അതുപോലെ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോവുക, പ്രകൃതിയുമായി കൂടുതൽ ഇടപഴകാൻ ശീലിപ്പിക്കുക. പക്ഷികളെയും പറവകളെയും പൂച്ചകളെയും നായ്ക്കളെയും ഒക്കെ കണ്ടു വളരുവാൻ അവനെ അനുവദിക്കുക. അവയ്ക്കൊക്കെ ആഹാരം കൊടുക്കുവാനും സഹജീവി സ്നേഹം അവനിൽ ഉണ്ടാക്കുവാനും നമ്മൾ സഹായിക്കുക. അതുപോലെ അവനോടൊപ്പം ബോൾ കളിക്കുക, ഓടിക്കളിക്കുക, ഇതൊക്കെ ചെയ്യാം. കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ അവന് പസിൽസ്, ക്യൂബുകൾ, ഏടാകൂടം ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക. അത്തരം കളികളിൽ കുഞ്ഞ് ഏർപ്പെടുമ്പോൾ അത് കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ പ്രവർത്തനങ്ങളെ ഒരേ സമയത്ത് കൊണ്ടുപോകുന്നതാണ്. കാരണം കൈകാലുകൾ ഉപയോഗിക്കുന്നു, കണ്ണും മനസ്സും അതിലേക്ക് കൊണ്ടുവരുന്നു, തലച്ചോറ് അത്രയും ഇതിൽ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ബുദ്ധിപരമായ വളർച്ചയ്ക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ആഹാര സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുത്ത് ശീലിപ്പിക്കുന്ന ഒരു പഴക്കം നമ്മുടെയൊക്കെ വീടുകളിൽ കാണാറുണ്ട്. അതും അമ്മമാർ തന്നെയാണ് കുഞ്ഞുങ്ങളെ അതിലേക്ക് നയിക്കുന്നത്. കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാൻ മടി കാണിക്കുകയോ വാശി കാണിക്കുകയോ ചെയ്താൽ മൊബൈൽ തരാം എന്ന് പറഞ്ഞ്
മൊബൈൽ ഓണാക്കി കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന രീതി. കുഞ്ഞ് മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് ആഹാരം കഴിക്കുന്നു. ആഹാരം അമ്മ കൊടുക്കുന്നു, കുഞ്ഞ് കഴിക്കുന്നു. ആഹാരം ആര് കഴിച്ചാലും ആസ്വദിച്ച് കഴിക്കുക എന്നതാണ് അതിൻ്റെ രീതി. എങ്കിൽ മാത്രമേ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യൂ. ആ പ്രായത്തിലെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ആഹാരത്തിൻ്റെ നിറവും മണവും രുചിയും എല്ലാം തിരിച്ചറിയേണ്ട സമയമാണ്. അതുമാത്രമല്ല, അവന് ഉപ്പും പുളിയും കയ്പും ചൂടും തണുപ്പും ഒക്കെ അറിഞ്ഞ് അവൻ്റെ രസനേന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാകേണ്ട സമയം കൂടിയാണ്. അതാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതിലുമുപരിയായി ആഹാരം കഴിക്കുമ്പോൾ കുഞ്ഞ് ആഹാരം കഴിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഊണുമേശയിൽ പാലിക്കേണ്ട നിയമങ്ങൾ, ആഹാരം കഴിക്കേണ്ടുന്ന രീതി, ഇതൊക്കെ കുഞ്ഞ് ആ സമയം മുതലേ പഠിച്ചു വരുന്നതാണ്. ആ അവസരവും നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു കല്യാണ സദ്യക്കോ മറ്റ് ചടങ്ങുകൾക്കോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ വല്ലാതെ വാശി പിടിക്കും, തിരിച്ചു പോകാമെന്ന് പറഞ്ഞ്. ആഹാരം കഴിക്കാൻ അച്ഛനെയും അമ്മയും അനുവദിക്കില്ല, അവരും കഴിക്കില്ല. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. കാരണം ഒന്നാമത്, ഇത്തരം കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിനെ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനെ നേരിടാനുള്ള ഭയമുണ്ട്. രണ്ടാമത്, മൊബൈൽ എന്ന ലോകത്തിലേക്ക് മാത്രം ഒതുങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ്, ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ്. മൂന്നാമത്, ആഹാരം പൊതു ഇടങ്ങളിൽ നിന്ന് എങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ആഹാരം കഴിക്കണം എന്നുള്ളത് ഈ കുഞ്ഞിന് അന്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും അമ്മ മൊബൈൽ ഓണാക്കി കൊടുത്ത് കുഞ്ഞിന് ആഹാരം കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. ഇതൊക്കെ മാറ്റേണ്ടത് അച്ഛനമ്മമാരാണ്. ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും ഒക്കെ ജോലിയുള്ളവരായിരിക്കും, തിരക്കുള്ളവരുമായിരിക്കും. ആയിക്കോട്ടെ, ജോലി തിരക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഒരു 2 മണിക്കൂർ സമയമെങ്കിലും ആ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നമ്മൾ ചിലവഴിക്കുക. അവരോടൊപ്പം പാടിയും ആടിയും കളിച്ചും ഉല്ലസിക്കുക. അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരിക. അവർക്ക് വളരാനുള്ള, സ്വതന്ത്രമായി വളരാനുള്ള, ഈ ലോകത്തെ കണ്ടും അറിഞ്ഞും ചിന്തിച്ചും വളരുവാനുള്ള അവസരം നമ്മൾ കൊടുക്കുക. അത് നമ്മൾ അച്ഛനമ്മമാർ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അച്ഛനമ്മമാർ തന്നെയാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും അവർ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ പരിപൂർണ ആരോഗ്യത്തോടു കൂടി വളരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മലയാളത്തിൻ്റെ മാതൃകവയിത്രി പാടിയിട്ടുണ്ട്, എന്നു ഞാൻ അമ്മയെപ്പോലെ വലുതാകും എൻ മകൻ ചോദിപ്പു കൂടെ കൂടെ. തൊട്ടിലിൽ കിടത്തി കുഞ്ഞിനെ ആട്ടുന്ന അമ്മ, ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് തൊട്ടിലാട്ടുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ്, എന്നാണ് ഞാൻ അമ്മയെപ്പോലെ വലുതാവുക, എന്നാണ് ഞാൻ അമ്മയെപ്പോലെ ആവുക എന്ന്. അതന്ന്. ഇന്ന് ഒരു കുഞ്ഞും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം തൊട്ടിലിൽ കിടക്കുമ്പോഴും ആ കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണായിരിക്കും ഉണ്ടാവുക. അവൻ അമ്മയെപ്പോലും കാണുന്നില്ല. ആ ഒരവസ്ഥ നമുക്ക് മാറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കണം, എന്നാണ് ഞാൻ അമ്മയെപ്പോലെ വലുതാവുക, എന്നാണ് ഞാൻ അമ്മയെപ്പോലെ ആയിത്തീരുക എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരണം. എല്ലാ രക്ഷിതാക്കളും അവരവരുടെ മക്കളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയട്ടെ.